അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധിതനാണ്? അതല്ലെങ്കിൽ നിങ്ങൾ കുടുംബമടക്കം സകുടുംബം ജയിലിലേക്ക് പോവാൻ തയ്യാറായിക്കൊള്ളുക. നമസ്കാരം. BJP ഇക്കുറി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിക്കുമെന്ന് പാണ്ഡ്യാല ഷാജി. സ്വർണ്ണക്കള്ളക്കടത്തിന് കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ഓഫീസ് എവിടെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നടിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾക്ക് പിന്നിൽ ശക്തിയേറിയ ഒരു മിസൈൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പാണ്ഡ്യാല ഷാജി പറഞ്ഞു. അതായത് സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിലെ എല്ലാ തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് പ്രധാനമന്ത്രി CPIM നേതൃത്വത്തോടും പെരുങ്കള്ളനായ പിണറായി വിജയനോടും പറയുന്നതിന്റെ മുന്നോടിയായുള്ള സൂചനയായിരുന്നു ഈ വാക്കുകൾ. ഇതോടെ ഒന്നുകിൽ കീഴടങ്ങി സമവായത്തിന് തയ്യാറാവുക, അല്ല എങ്കിൽ സകുടുംബം ജയിലിലേക്ക് പോകാൻ തയ്യാറാവുക. ഇങ്ങനെ ഈ രണ്ട് വഴികൾ മാത്രമേ പിണറായിക്കും കുടുംബത്തിനും ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വലിയൊരു പൊളിറ്റിക്കലായ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെ വന്നാൽ പോലും നിലവിലുള്ള ചിത്രത്തിനകത്ത് BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗെയിനറാവും എന്നുള്ള കാര്യം തർക്കമില്ലാത്തൊരു രാഷ്ട്രീയ ചുറ്റുപാട് ഇപ്പൊ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു. ഈ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞതിന്റെ ആദ്യത്തെ ഫസ്റ്റ് വെടി പൊട്ടിച്ചതാരാണെന്ന് പറഞ്ഞാല് ഇതിന് തൊട്ട് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്ന ഘട്ടത്തിൽ അദ്ദേഹം തൃശ്ശൂർ നടത്തിയിരിക്കുന്ന ഒരു പൊതുയോഗത്തിനകത്ത് അദ്ദേഹം പറയുകയുണ്ടായി, സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ആപ്പീസ് ഏതാണ് എന്ന് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. വളരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് തൊട്ട് മുൻപ് ഒന്നും പറഞ്ഞില്ല, അതിന് ശേഷവും ഒന്നും പറഞ്ഞില്ല. ഈ പറയാതിരിക്കുന്നിടത്ത് അത് അത്ര ഗൗരവമുണ്ടായിരിക്കുന്ന ഒരു മിസൈൽ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഒരു 1-1.5 ആഴ്ചക്ക് ശേഷമാണ് തിരിച്ചറിയുന്നത്. കാരണം ഇതിന്റെ ആധികാരികമായിരിക്കുന്ന സർവ്വരേഖകളും ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പ്രധാനമന്ത്രി CPIM ലീഡർഷിപ്പിനോടും പ്രത്യേകിച്ച് ഈ മഹാപെരുങ്കള്ളനായിരിക്കുന്ന മുഖ്യമന്ത്രിയോടും പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ പ്രഖ്യാപിച്ചു വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്പനീസ് ഓഫ് രജിസ്ട്രേഷന്റെ ഭാഗമായി വരുന്ന എക്സോളജി കമ്പനിയുടെ പേരിൽ അയക്കുന്ന അന്വേഷണത്തിന്റെ കാര്യം വരുന്നത്. ഇത് വരുന്നതോടെ എന്തായിത്തീർന്ന ഇയാളുടെ മുമ്പ് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഓപ്ഷൻ എന്താണെന്നറിയോ? ഒന്ന്, ഏത് വിധേനയും അവർ വെക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾ അംഗീകരിച്ച് സറണ്ടർ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധിതനാണ്? അതല്ലെങ്കിൽ നിങ്ങൾ കുടുംബമടക്കം സകുടുംബം ജയിലിലേക്ക് പോവാൻ തയ്യാറായിക്കൊള്ളുക. ഇതാണ് ഇതിന്റെ ആത്യന്തികമായ ഇതിന്റെ കോർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിനകത്ത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തോട് ഏറ്റവും വലിയ വൈകാരികമായ ആത്മബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പാർട്ടി ഏതാണെന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ്. ഒരു തർക്കമില്ലാത്ത കാര്യം. ഏറ്റവും വലിയ വൈകാരികമായ ആത്മബന്ധം. ഈ ആത്മബന്ധം സ്ഥാപിക്കുന്നത് പറഞ്ഞാൽ അത് ഒരു ന്യൂനപക്ഷം നേരിടുന്ന പ്രതിസന്ധികൾക്ക് അവരെ സഹായിക്കുക എന്ന് പറയുന്ന ചരിത്രപരവും രാഷ്ട്രീയവുമായിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ആത്മബന്ധം രൂപം കൊണ്ടത്. ഈ രൂപം കൊണ്ടിരിക്കുന്ന ആത്മബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയ ആദ്യത്തെയാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ആരാണെന്ന് പറഞ്ഞാൽ ശ്രീമാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഈ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിനകത്ത് മതന്യൂനപക്ഷ ജനവിഭാഗത്തിനെതിരായിട്ട് ഉണ്ടയില്ലാത്ത വെടിപൊട്ടിക്കുകയും അത് പിന്നീട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് മറ്റൊരു സാധനം ഉണ്ടാക്കി ആദ്യമായി അതിനകത്ത് അറുത്ത് മുറിക്കുന്നതിൽ നിന്ന് അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരാൾ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. എന്നാൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എടുത്തിരിക്കുന്ന ഈ ഡബിൾ റോൾ സംഭവത്തിനെതിരായി CPIM-നകത്ത് വമ്പിച്ച തോതിലുണ്ടായിരിക്കുന്ന പ്രതിഷേധവും കലാപവും ഉയർത്തി പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഒരാളാണ് സഖാവ് MBR. അന്ന് MBR ആവർത്തിച്ച് പറഞ്ഞ കാര്യം, ഈ കളി തുടർന്നാൽ ഇതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരിക കേരളം മൊത്തമായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ അപകട സാധ്യതയിലേക്ക് പാർട്ടി പോവാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് 1000 തവണ നൽകിയിട്ട് പോലും അതെല്ലാം തന്നെ ഈ MBR-നെ തെരുവിൽ വെച്ച് നേരിടാനും MBR-നെ പുലഭ്യം പറയാനും പുലയാട്ടാനും, അത് മാത്രമല്ല അദ്ദേഹത്തിന് തെരുവിലൂടെ സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതിൽ ഈ പാർട്ടി ലീഡർഷിപ്പും ഈ DYFI-കാരും SFI-കാരും എല്ലാം അന്ന് ഒരുപോലെ നിരന്ന് നിന്നിട്ടാണ് ആ മനുഷ്യൻ, അതായത് ബഹുമുഖങ്ങളായ ആക്രമണങ്ങളെ നേരിട്ട് അതിജീവിച്ച ഒരാളാണ് MBR. ആ രാഷ്ട്രീയം ഇപ്പോ സജീവമായപ്പെടുന്നത് എവിടെയാണെന്നറിയോ? ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോൾ ഇത്തരം ഒരു ചിത്രം വരികയാണെങ്കിൽ വളരെ കൃത്യമായി തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യം, മതന്യൂനപക്ഷ ജനവിഭാഗത്തെ കൃത്യമായി കബളിപ്പിക്കുന്നതിൽ CPIM-ന്റെ റോൾ എന്താണെന്ന് കേരളത്തിൽ റിവീൽ ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ റിവീൽ ചെയ്യപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ വെച്ച് ഒരു കാര്യവും കൂടി അതോടൊപ്പം മനസ്സിലാക്കും, ഒരു കാര്യം കൂടി വ്യക്തമാക്കപ്പെടും. അതായത്
ഇത്രയേറെ സിൻസിയറായി സഹായിച്ചിരിക്കുന്ന, പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് പൊളിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീർന്നതോടെ മതന്യൂനപക്ഷ ജനവിഭാഗത്തെ ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിവിടുകയെന്ന അതിനീചമായിരിക്കുന്ന രാഷ്ട്രീയ പ്രവൃത്തി ചെയ്യിപ്പിക്കുക, രാഷ്ട്രീയമായി ജയിച്ചു എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയമായി ചെയ്യിക്കുമ്പോൾ ഇവർ വാസ്തവത്തിൽ ഇതിന്റെ ഫലം കൊയ്തെടുക്കുകയായിരുന്നു. അത് അധികാരത്തിന്റെ ഭാഗമായി അവർ കൊയ്തെടുക്കുകയായിരുന്നു. ഈ അധികാരത്തിന്റെ ഭാഗമായി കൊയ്തെടുത്തിട്ടാണ് ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന മുഴുവൻ സുഖ സൗകര്യങ്ങളും ആരുണ്ടാക്കിയത്? ഈ മുഖ്യമന്ത്രിയുമായിട്ട് കൂടെ നിൽക്കുന്ന ഇതിനകത്തെ കൂടസംഘവും ഉണ്ടാക്കി തീർത്തത്. ഈ കൂടസംഘം ഉണ്ടാക്കി തീർത്തിരിക്കുന്ന എല്ലാ ലാഭേച്ഛകരമായ സാമൂഹ്യ വിരുദ്ധമായ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഷട്ടർ വീഴാനിരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് വളരെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗൗരവമേറിയിരിക്കുന്ന ആരോപണം കുറെ കൂടി ആഴത്തിലേക്ക് കടക്കുന്നതോടെ ഇവരുടെ കുടുംബം ഒന്നുകിൽ ഒന്നടങ്കം ജയിലിലായി തീരുകയും അതല്ല എങ്കിൽ സറണ്ടർ ചെയ്യുന്ന അവസ്ഥ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഈ പാർട്ടിയും ഇയാൾ എന്താണ് ഇതുവരെ ചെയ്തത് എന്നും പൊതുജന സമക്ഷം റിവീൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്ന, അതായത് എന്താ പറയുക, നഗ്നമാക്കപ്പെടുന്ന, രാഷ്ട്രീയമായി നഗ്നമാക്കപ്പെടുന്ന ഒരവസ്ഥയുടെ ഏറ്റവും ധീരവും സമ്മോഹനവും സുന്ദരവുമായിരിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്ന ഒന്നായിരിക്കും ഇതെന്നാണ് മാഡം എനിക്ക് തോന്നുന്നത് കേട്ടോ. സാർ, ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാവോ ഇന്നലെ പ്രധാനമന്ത്രി മോദി എത്തിയപ്പോ നമ്മുടെ പിണറായി വിജയൻ ചെല്ലുന്നതും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൂടുതലധികം മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ നമുക്കത് കാണാമായിരുന്നു. ഗവർണറെ പോലും അവഗണിച്ചുകൊണ്ടാണ് അത്രയും സമയം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് നടന്ന ചടങ്ങിലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അപ്പോ അതൊക്കെ ഒരു ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു ശ്രമം എന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റുമോ? തീർച്ചയായും. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞാല്, അയാൾക്ക് രക്ഷപ്പെടാൻ അയാൾ ആരെയും ഒറ്റുകൊടുക്കും. അയാൾക്ക് രക്ഷപ്പെടാൻ അയാൾ ആരെയും ഒറ്റുകൊടുക്കും. അയാളും അയാളുടെ കുടുംബവും രക്ഷപ്പെടേണ്ടതാണെങ്കിൽ ഈ ഭൂമിയിൽ സർവ്വതും വന്ന് മുടിഞ്ഞാൽ പോലും, സർവ്വതും പ്രളയം വന്ന് മുടിഞ്ഞാൽ പോലും, ദുരന്തം വന്ന് നശിച്ചാൽ പോലും അയാളും അയാളുടെ കുടുംബവും രക്ഷപ്പെടാനുള്ള വഴി മാത്രം ജീവിതത്തിൽ എന്നും അന്വേഷിച്ചു പോയിട്ടുള്ള അത്രയേറെ ഇൻഹ്യൂമനായിരിക്കുന്ന ഒരാളാണ് അയാൾ. അതുകൊണ്ടാണ് നിങ്ങൾ അയാൾ ശ്രദ്ധിച്ചാൽ മതി. അയാൾ ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോണ്ടായിരിക്കുന്ന അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അതായത് എന്താ പറയാ, ഒരാൾ മരിച്ചു പോയാൽ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ മുഖത്തുണ്ടാവുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു വികാരം ഉണ്ടല്ലോ, വളരെ പ്രത്യക്ഷത്തിൽ കാണാവുന്ന വികാരം ഉണ്ടല്ലോ. ആ വികാരത്തിന് സമാനമാവിധം ദുർബലമാക്കപ്പെട്ട ഒരു ആടിപ്പോയിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരുന്നു വാസ്തവത്തിൽ CM-ന് പ്രധാനമന്ത്രിയെ കാണാൻ പോകുമുണ്ടായത്. ആ രണ്ട് കൈ അയാൾ പിടിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴെന്താ പറയാ, അയാൾ വളഞ്ഞ്, നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞ കുണ്ടംപടി നമ്മൾ പറയും, കുണ്ടംപടി എന്ന് പറയും, ഇങ്ങനെ വളഞ്ഞ വടിയില്ലേ പിടിക്കുന്നത്, ഈ കുണ്ടംപടി പോലെ വളഞ്ഞു നിൽക്കും. പൊതുവിൽ അയാൾ വളഞ്ഞിട്ടാണ്. ആ വളഞ്ഞിരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് വേറെ ഒരുപാട് മറ്റൊരുപാട് വിശദീകരണം കേട്ടോ. അതല്ല നമ്മൾ ഇതിന്റെ അകത്തുള്ള വിഷയമല്ലാത്തതുകൊണ്ട് അതങ്ങോട്ടേക്ക് വിടുക, അത് നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇതുപോലെക്കാൾ വളഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി തീരുമ്പോഴാണ് ഇയാൾ ഇപ്പൊ വന്നിട്ട് അതിനെ മറികടക്കാൻ ചെയ്യുന്ന മറ്റൊരു പണിയും കൂടിയുണ്ട്. അയാൾ ഡൽഹിയിൽ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടിയിരിക്കുന്ന എന്താ പറയാ അവഗണനക്കെതിരെ, കേന്ദ്ര അവഗണനക്കെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ കൂടി പോവുക എന്ന് പറഞ്ഞ മറ്റൊരു തട്ടിപ്പും കൂടി എടുക്കുകയാണ്. ഈ രണ്ട് തട്ടിപ്പിനെയും ഒരുപോലെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ സംഭവം എന്താ പറഞ്ഞാൽ, ഇതിനകത്ത് പ്രതിപക്ഷത്തെയും കൂടി ഇയാൾ പങ്കാളിയാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനർത്ഥം ഈ പറയുന്ന LDF ഭരണ സംവിധാനം കഴിഞ്ഞ 7.5 വർഷക്കാലമായി കാണിച്ചു കൊടുക്കുന്ന ധൂർത്തിന്റെ ഭാഗമായി, പ്ലാനിങ് ഇല്ലാത്തതിന്റെ ഭാഗമായി, വിവരക്കേടിന്റെ ഭാഗമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങളുണ്ട് നമുക്ക്. ഈ ഞെരുക്കങ്ങൾ മുഴുവൻ തന്നെ അതിനെ പ്രതിപക്ഷത്തിന്റെ ആവനാടിയിൽ ഏറ്റവും വലിയ അസ്ത്രമായി മാറുമ്പോൾ ആ അസ്ത്രത്തെ നിർവീര്യമാക്കാനും കൂടിയാണ് അവരെയും കൂട്ടിയിട്ട് ഇവിടത്തേക്ക് പോകുക എന്നത്. പ്രതിപക്ഷം പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ 100% വിചാരിക്കുന്നത്. 100% പോയി കഴിഞ്ഞാൽ അവർ പിന്നെ വാസ്തവത്തിൽ അവരെ പോലത്തെ വിഡ്ഢികൾ ഈ ഭൂമിയിൽ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ അത് അവിടെ പോലും ചെയ്യുന്നത് എന്താണെന്ന് ആളെ പറ്റിക്കുക എന്നുള്ളതാണ്. അതുകൂടി എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഗവൺമെന്റിനെതിരായിട്ട് വലിയ തെറി വിളിപ്പിക്കുക. അവർ രാഷ്ട്രീയമായി വിളിച്ചോട്ടെ, പക്ഷെ ആ വിളിയിൽ നിന്ന് ഇയാൾ മാറി നിൽക്കും. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇയാൾക്ക് നേരത്തെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇയാൾക്ക് അവിടെ പോയിട്ട് സമരം നടത്താമായിരുന്നു. ഈ സമരം നടത്താൻ ഇയാൾ പോകാതിരിക്കേണ്ട കാരണം മറുഭാഗത്ത് കിടക്കുന്നു ലാവ്ലിൻ. ഇപ്പോ ഇതിന്റെ കരുക്കൾ മുഴുവൻ ആരുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട തീരുമാനിക്കേണ്ടത് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെന്റ് ആണ്. അയാൾക്ക് ശ്വസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും
BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ അടിയറ വെച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ ഈ പറയുന്ന ഡബിൾ ചെങ്കൻ എന്ന് പറയുന്ന ഈ വില്ലാളി വീരനെന്ന് സ്വയം അഭിമാനിക്കുന്ന മഹാബുദ്ധിയും ഭീരുവുമായിരിക്കുന്ന മുഖ്യമന്ത്രി. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അയാൾ പോകുമ്പോൾ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരാളുടെ ചിത്രം അത് വാസ്തവത്തിൽ അങ്ങേയറ്റം ദുർബലനാക്കപ്പെട്ടിരിക്കുന്ന ഈ കേരളത്തെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പ് പറ്റിക്കുന്ന ഒരാളുടെ ചിത്രമായി അത് എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു സൗന്ദര്യവും കൂടി അതിന്റെ വിഷ്വലിനുണ്ട് എന്നാണ് മാഡം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഈ കോടിയേരി ബാലകൃഷ്ണനും നമ്മുടെ പിണറായി വിജയനും നോക്കിക്കഴിഞ്ഞാൽ കോടിയേരിയുടെ മക്കളും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങളിൽ പെട്ടിട്ടും അവര് തെറ്റ് ചെയ്ത് തന്നെ അകത്ത് പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ അവർക്ക് നേരെ വന്നപ്പോ കോടിയേരി ഒരിക്കലും പാർട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് മാറി നിൽക്കാൻ നോക്കിയിട്ടില്ല. കോടിയേരിയുടെ മക്കൾക്ക് വേണ്ടി പാർട്ടി ഇറങ്ങി പ്രതിരോധിച്ചതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വീണ വിജയന്റെ കാര്യം വരുമ്പോ അച്ഛനായ പിണറായി വിജയൻ ഇല്ലാത്തത്രയും ആവലാതിയോടുകൂടിയാണ് ഈ പറയുന്ന AK ബാലനും ഗോവിന്ദനും ഒക്കെ അങ്ങനെ പാർട്ടിയായിട്ട് ഒരു പ്രതിരോധവുമായിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ്. അതെ ഇതിന്റെ വിഷയം അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കാരണം ഇയാൾ ഏത് വിഷയവും എന്താ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ വ്യക്തിപരമായി മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ നോക്കൂ നിങ്ങൾ കോടിയേരിയുടെ 2 മക്കളും അദ്ദേഹത്തോട് കോടിയേരി പറഞ്ഞ അച്ഛനോട് ചെയ്യാൻ പാടുള്ളതാണോ ചെയ്തതെന്ന് ഞാൻ തീർച്ചയായും ഞാൻ പറയും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് മാത്രമേ ഞാൻ പറയൂ. ഒരു അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയും വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരുപാട് ദുർമുഹൂർത്തങ്ങൾ ദുർസന്ദർഭങ്ങൾ ഈ മക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് പിന്നെ ഏതായാലും ആ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. പക്ഷേ അത് അവരുടെ കുടുംബത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് ഒരിക്കൽ പോലും ഇയാൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പരിഗണിച്ചിട്ടില്ല എന്നതുകൊണ്ടും കൂടിയാണ്. അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഈ കോടിയേരി സഖാവ് മരിച്ചല്ലോ. മരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ ശരീരം ബോഡിയോടെ ഇടന്നറികള് ഈ ഇവിടെയുള്ള മരുതുംകുടിയിലുള്ള കോടിയേരി എന്ന് പറയുന്ന വീട്ടിനകത്ത് കൊണ്ടുപോകേണ്ടതാണ്. ആടെ കോടിയേരി എന്ന് പറഞ്ഞ മരുതുംകുടിയിലെ വീട്ടിനകത്ത് കൊണ്ടുപോകാതെ നേരെ മട്ടൂർ വിമാനത്തിൽ കൊണ്ടുവന്ന് തൊട്ട് ഇവിടെ തലശ്ശേരി കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു ചില്ലറ മണിക്കൂർ കൊണ്ട് അതങ്ങ് തീർത്തു. അന്ന് ഞാൻ ജന ടിവിയിലുള്ള ചർച്ചക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, ഓസ്കാർ ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് കൊടുക്കുന്ന അഭിനയത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അയാൾക്ക് പിറ്റേ ദിവസം ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ പര്യടനത്തിന് പോകണമെന്നില്ല എന്ന് പറയാം. അത്ര സ്വാർത്ഥനായ, അത്ര ഗ്രാവറായ, അത്ര എന്താ പറയാ, അത്ര നികൃഷ്ടനായ, അത്രമാത്രം നമുക്ക് മലയാളത്തിൽ വാക്കുകളില്ലാത്ത വിധത്തിൽ എന്താ പറയാ വിരൂപമാക്കപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനാണ് ഇയാൾ. ഈ ഉടമസ്ഥനായതുകൊണ്ട് തന്നെയാണ് അത് വന്നപ്പോ വലിയ വിഷയമല്ലാതായി തീരുകയും അവരെന്തു ആയിക്കോട്ടെ അത് എന്നിട്ട് പോലും കോടിയേരി പറഞ്ഞു അത് കുടുംബത്തിന്റെ പ്രശ്നമല്ല എന്ന് പറയാൻ മാത്രമുള്ള രാഷ്ട്രീയ ആർജവം കാണിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. കോടിയേരി രാഷ്ട്രീയ ആർജവം കാണിച്ചു. ഞാൻ അതിനകത്ത് അവൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ വിവാഹം കഴിച്ചു എന്ന സംഭവത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ ഈ പറയുന്ന കോടിയേരിയുടെ മകനെ ഞാൻ സമ്പൂർണമായ അർത്ഥത്തിൽ ബഹുമാനിച്ച ഒരാളാണ്. കാരണം അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടിയെ വിവാഹം കഴിക്കുക എന്നു പറഞ്ഞാൽ അത് വാസ്തവത്തിൽ എന്താണ് ഒരു വലിയ മനസ്സിന് മാത്രമേ സാധ്യമാവുള്ളൂ. അത് പറ്റില്ല ഒരിക്കലും പറ്റില്ല. അപ്പൊ അതിനകത്തൊരു ഒരു ബ്രോഡർ സെൻസ് ഉണ്ട് അതിനകത്ത്. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് അവരെ ഭയങ്കരമായ ബഹുമാനമാണ്. എനിക്ക് അറിയാവുന്ന ഈ രണ്ടുപേരെ എനിക്ക് നേരിട്ട് നന്നായിട്ട് അറിയാവുന്നവരാണ്. ഭയങ്കരമായ ബഹുമാനമാണ്. പക്ഷെ അതിനുശേഷം വന്നിരിക്കുന്ന സംഗതിയാണ് ഇതിനകത്തൊരു ഒരു എന്താ പറയുക ചെയ്യാൻ പാടില്ല സംഭവിച്ചത്. പക്ഷെ എന്നിട്ട് പോലും ആ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPIന്റെ പോളിറ്റ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന അച്ഛൻ പറഞ്ഞത് എന്താണ്? അത് അച്ഛനും മകനും തമ്മിലുള്ള വിഷയമല്ല, അത് കുടുംബ വിഷയമല്ല, അത് അവന്റെ കാര്യമാണ്. അതിനകത്ത് പാർട്ടി ഇടപെടില്ല. പാർട്ടി ഇടപെടില്ലെന്ന് പറയാൻ കാണിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആർജവം ഉണ്ട് അതിനകത്ത്. അതിന്റെ ഒരു ധൈര്യമുണ്ട് അതിനകത്ത് ഒരു സ്ഥിരതയുണ്ട്. ഈ സ്ഥിരതക്ക് പകരമാണ് ഇപ്പുറത്തേക്ക് എന്ത് വന്ന് നിങ്ങൾ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ ഈ കോടിയേരിയുടെ മകൻ കാണിച്ചത് വളരെ വ്യക്തിപരമായ ഒരു ചെറിയ സംഭവം മാത്രമാണ്. വേറെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്തതെന്ന് 100 കണക്കിന് ആളുകളുടെ ചോരയും നീരും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന AKGയുടെ പേരുണ്ടായിരിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് കള്ള അഡ്രസ് കൊടുത്തിട്ട് നിങ്ങൾ കള്ള കമ്മട്ട കമ്പനിയാണ് ഉണ്ടാക്കിയത്. ആ കമ്മട്ട കമ്പനി ഉണ്ടാക്കുന്നതിനും ഇയാളെന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഈ പാർട്ടി സെക്രട്ടറി അയക്കുന്ന ആൾ ഒരു പാർട്ടി മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തിയില്ല, ഒരാളോട് പോലും ചർച്ച ചെയ്തില്ല, ഒരാളോട് പോലും സംസാരിച്ചില്ല, മൂടി വെച്ചു ആ സംഭവം. മലയാള മനോരമ അത് പത്രത്തിൽ കൊണ്ടുവരുന്നത് വരെ ഇത് ലോകത്തിൽ ആരെങ്കിലും ഒരാൾ പോലും അറിഞ്ഞിട്ടല്ലോ. അപ്പൊ ഇത്രയും ഇൻഹ്യൂമായിരിക്കുന്ന കൊടും ചതി ഈ കേരളത്തിനകത്തും എൻറ്റയർ പാർട്ടി ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകരോടും ബന്ധുക്കളോടും അനുഭാവികളോടും സഹയാത്രികളോടും കാണിച്ചിരിക്കുന്ന കൊടും ചതിയും കൊടും പാതകവും ഉണ്ട്. ഈ പാതകമുള്ള ഇയാളാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നറിയാം, ഇതിനകത്ത് കാതിന് വിലയിലെ ബുദ്ധിയില്ലാത്ത പിള്ളേരെ കൊണ്ടുപോലും എന്ത് ചെയ്യാ നാട് മുഴുവൻ തന്നെ അടുപ്പിച്ച് യാത്ര ചെയ്യാണ് ഇയാളെ.
അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആളുകളെ തല്ലിയിട്ടും നിരവധി കേസിന്റെ അകത്ത് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നതും കൊല്ലപ്പെടുകയും ചെയ്യുന്നവരെല്ലാം ഇവൻ ആർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന മഹാചറ്റത്തരങ്ങളും വൃത്തികേടുകളും ചെയ്യുന്നത് എന്ന സാമൂഹ്യ ബോധം, രാഷ്ട്രീയ ബോധമല്ല സാമൂഹ്യ ബോധമെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐ സഖാവിനുണ്ടെങ്കിൽ, ഒരു പാർട്ടിക്കാരനുണ്ടെങ്കിൽ, എല്ലാം പോട്ടെ, മിനിമം ഗോവിന്ദന്റെ തലയിലെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദൻ ഈ മാതിരി വിഡ്ഢിത്തം വിളിച്ചു പറയോ പാർട്ടി പ്രൊട്ടക്ട് ചെയ്ത് ഏത് പാർട്ടിയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനാ? AKGയുടെ പേരുണ്ടാക്കുന്ന ഒരു കള്ളക്കപ്പട്ട കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി നാട്ടുകാരെ കൂടെ പറ്റിച്ചിട്ട് കള്ളത്തരത്തിന് വ്യാപാരം നടത്തിയതോ? 1.25 കോടി ഉറുപ്പിയല്ലേ അതിനകത്ത് ഈ കരിമണൽ കത്തെടുത്ത് വാങ്ങിച്ചോട്. അതിപ്പോ എല്ലാം കൂടി വന്നു നോക്കുമ്പോൾ 95 കോടി ഉറുപ്പിയാണ് അയാൾ കൊടുത്തു എന്ന് പറയുന്നത്. പുറത്തു വന്നിരിക്കുന്ന കണക്ക് ഇതിനേക്കാൾ എത്ര പൈസ വാങ്ങിണ്ടാവും? ഇത്രയും 40,000-50,000 കോടി ഉറുപ്പിയോളം ഈ കരിമണൽ ഖനനത്തിലൂടെ പിന്നെ കമ്പനി കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുമ്പോൾ അതിന്റെ 14% എന്ന് പറയുമ്പോൾ എത്ര കോടി വരും? അതിനകത്ത് 5 പൈസ പോലും KSIDC കൊടുക്കാതെ ഈ പണം മുഴുവൻ വാരി പിടിക്കുക. അതിനകത്തല്ലേ 1.25 കോടി കമ്മീഷൻ വാങ്ങിയത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് മുഴുവൻ തന്നെ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഇയാൾ അറിഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ഈ പാർട്ടിയെ പർച്ചേസ് ചെയ്ത് പറ്റിക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ EM ശങ്കരൻ നമ്പൂരിപ്പാടിന് എത്ര വട്ടം പറ്റിക്കുക കേരളത്തിന്? ഈ പാർട്ടിയെ പറ്റിച്ചുകൂടായിരുന്നു? നമ്പൂരിപ്പാടിന് പറ്റിക്കാൻ കഴിയുന്ന ആർക്കാ പറ്റിക്കാൻ കഴിയുക? MBR പറ്റുമായിരുന്നില്ലേ? MBR പറ്റുമായിരുന്നില്ലേ? അത്രയും വലിയൊരു മഹാരഥൻ ഈ പാർട്ടിക്കകത്ത് ആരാ ഉണ്ടായിരുന്നത്? പഠിച്ചവനോ? ഒരാളും ഇല്ലല്ലോ. അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരെല്ലാവരും അവരുടെ മക്കൾ ആരെങ്കിലും 5 നയ പൈസയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് ഫോഴ്സ് മാഗസിൻ വന്നിരിക്കുന്നത് 30,000 കോടി ഉറുപ്പിയൊക്കെ മേലെയാണ് ഇയാളുടെ ആസ്തിയും സമ്പാദ്യവും എന്ന് ഫോഴ്സ് മാഗസിൻ പുറത്തുവിട്ടതായിട്ട് വാർത്തകൾ വന്നു. ആരെങ്കിലും അന്വേഷിച്ചോ? അപ്പൊ ഇങ്ങനെ വരുന്ന ചിത്രമുണ്ട്.